നമസ്കാരം. ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ നടൻ സുരേഷ് ഗോപിക്കെതിരെ രണ്ടാമത്തെ പരാതി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കെയാണ് മറ്റൊരു പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പുലിപ്പല്ല് കൈവശം വച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനവും. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് കഴുത്തിൽ അണിഞ്ഞ മാലയിൽ പുലിനഖമുണ്ടെന്ന നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് വേടനെതിരെ വനം വകുപ്പ് കേസെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ഉണ്ടായി. തമിഴ്നാട്ടിൽ നടന്ന പരിപാടിയിൽ മലേഷ്യയിലെ വ്യവസായി തനിക്ക് സമ്മാനമായി നൽകിയതാണ് പുലിപ്പല്ലെന്നായിരുന്നു വേടന്റെ മൊഴി. വേടന്റെ പുലിനഖം വിവാദമായ വേളയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മാലയിൽ കാണുന്ന ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് ആരോപണമുയർന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവായ മുഹമ്മദ് ഹാഷിം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അതിനാൽ തന്നെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വനം വകുപ്പ്. മാല ധരിച്ചുള്ള സുരേഷ് ഗോപിയുടെ ചിത്രവും വാർത്തയും പരാതിക്കൊപ്പം സമർപ്പിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വനം വകുപ്പ് വിശദീകരണം തേടും. അങ്ങനെ വന്നാൽ തൃശൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായി മറുപടി നൽകേണ്ടതായി സുരേഷ് ഗോപിക്ക് വരും. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. പുലിപ്പല്ല് തന്നെയാണോ എന്ന് ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഉറപ്പുവരുത്തും. ലോക്കറ്റ് പുലിപ്പല്ലാണെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യമായിരിക്കും അടുത്തുയരുക. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി തന്നെ സുരേഷ് ഗോപിക്ക് നൽകേണ്ടി വരും. പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് ജാമ്യമില്ല കുറ്റമാണ്. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതും തെറ്റാണ്. 7 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ. അതിനിടയിൽ സുരേഷ് ഗോപിയുടെ മൊഴി പോലീസ് എടുത്തിരിക്കുകയാണ്. പൂരം കലക്കൽ കേസിൽ സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് വച്ച് രഹസ്യമായിട്ടായിരുന്നുവത്രേ ചോദ്യം ചെയ്തത്. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ADGP H. വെങ്കടേഷ് പോലീസ് മേധാവിക്ക് കൈമാറും. തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തുടർ നടപടിയുടെ ഭാഗമായി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തിരിക്കുന്നതും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതും. പൂരം അലങ്കോലപ്പെടുത്തിയത് BJP പ്രവർത്തകരാണ് തന്നെ അറിയിച്ചതെന്ന് സുരേഷ് ഗോപി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. രോഗികളെ കൊണ്ടുപോകാൻ മാത്രം അനുമതിയുള്ള ആംബുലൻസിൽ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് സുരേഷ് ഗോപി വന്നത് നേരത്തെ കോൺഗ്രസ് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുരേഷ് ഗോപി പൂരം നടക്കുന്ന സ്ഥലത്തെത്തുന്ന വീഡിയോകളും നേരത്തെ പ്രചരിച്ചിരുന്നു. എന്തായാലും സുരേഷ് ഗോപിക്ക് പുലിപ്പല്ല് കേസിൽ വേടന്റെ ഗതി വരുമോ എന്ന് കണ്ടറിയുക.